മഴ പെയ്യുന്ന ഒരു വൈകുന്നേരം, ദൂരയാത്രകൾ അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ ചില നിമിഷങ്ങൾ. നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് ആരുടെ ശബ്ദമായിരിക്കും? ഉത്തരം ഒന്നേയുള്ളൂ, മുഹമ്മദ് റഫി. ആയിരത്തി 1980 ജൂലൈ 30 ആ പവിത്രമായ ശബ്ദം നമ്മളെ വിട്ടുപിരിഞ്ഞത്. 46 വർഷങ്ങൾ കഴിഞ്ഞിട്ടും റഫി സാബ് നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ. ഒരു ഗായകന് എത്ര മുഖങ്ങൾ ഉണ്ടാകാം? റഫിയുടെ കാര്യത്തിൽ അത് 1000 സ്ക്രീനിൽ ഷമ്മി കപൂർ തുള്ളിച്ചാടുമ്പോൾ റഫിയുടെ ശബ്ദത്തിൽ ആ ഊർജമുണ്ടായിരുന്നു. ദിലീപ് കുമാറോ രാജ്കുമാറോ വിഷാദത്തിൽ മുഴുകുമ്പോൾ ആ ശബ്ദം വിതുമ്പി. ദേവ് ആനന്ദിന്റെ പ്രണയത്തിന് ആ സ്വരം മാന്ത്രികത നൽകി. ഗായകൻ മൈക്കിന് മുന്നിൽ നിൽക്കുകയാണോ അതോ നടൻ സ്ക്രീനിൽ പാടുകയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം നടത്താൻ റഫിയോളം പോന്ന മറ്റൊരാളില്ല. 1924 പഞ്ചാബിൽ ജനിച്ച റഫി റേഡിയോ ലാഹോറിലൂടെ തുടങ്ങി പിന്നീട് ബോളിവുഡിന്റെ ചക്രവർത്തിയായി മാറിയത് ചരിത്രം. നൌഷാദ്, SD ബർമൻ, OP നയ്യാർ തുടങ്ങിയ സംഗീത പ്രതിഭകൾക്കൊപ്പം സൃഷ്ടിച്ചതെല്ലാം പൊന്നുപോലെ തിളങ്ങിയ ഗാനങ്ങൾ. ഹിന്ദിയിൽ മാത്രമല്ല, മലയാളികൾക്കും റഫി സാബ് സ്വന്തം ഗായകനാണ്. 1980 പുറത്തിറങ്ങിയ തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിലെ ഷബാബ് ലേക്ക് വോ ജാനെ ഷബാബ് ആയാ ഹേ എന്ന ഒരൊറ്റ ഗാനം മതി മലയാളത്തിന്റെ സംഗീത പ്രേമികൾ എന്നും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ. വരികളിലെ ആ ഉച്ചാരണ ശുദ്ധി മലയാളികളെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. 6 ഫിലിംഫെയർ അവാർഡുകൾ, പത്മശ്രീ, 11 ഭാഷകളിലായി 7000-ലധികം പാട്ടുകൾ. പക്ഷേ റഫി സാബ് ബാക്കി വെച്ചു പോയ ഏറ്റവും വലിയ സമ്പാദ്യം അതൊന്നുമല്ല. തലമുറകൾ കൈമാറി ഇന്നും നമ്മൾ മൂളുന്ന ആ പാട്ടുകളാണ്. ബോളിവുഡ് സംഗീതത്തിന്റെ ആ നാദധാര ഇന്നും ഒഴുകുന്നു റഫി സാബ് തുറന്നിട്ട വഴിയിലൂടെ. അമരഗായകൻ മുഹമ്മദ് റഫിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.